Good morning. Welcome back to the world of English literature. I hope all of you are safe. Stay home, stay safe. കൊറോണ വൈറസിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പോരാടാം. So let's start. As I mentioned in the earlier class itself, we are going to start with poetry. So I am going to start with an anthology of poems. Text named The Mystic Drum. തേർഡ് BA ഇംഗ്ലീഷിന് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ഓഫ് പോയംസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്. ടീച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഡിഫറെൻറ്റ് കോളേജസ് ദാറ്റ്സ് അഫിലിയേറ്റഡ് ടു പൂനെ യൂണിവേഴ്സിറ്റി. സോ ദ മിസ്റ്റിക് ഡ്രം ഈസ് റിലീസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹാഫ് പാർട്ട് ഓഫ് ആന്തോളജി ഈസ് ഫ്രം മെയിൻ സ്ട്രീം ഓഫ് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ദ അതർ ഹാഫ് ഫ്രം അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് കോമൺവെൽത്ത് പോയട്രി. In this text, we are starting with Edmund Spenser's 79th sonnet from Amoretti. Who is Edmund Spenser? He is a well-known poet in English. He is known as the poets because of the high quality of his poems, and all the poets in his era acknowledge the same. And what is the speciality of Edmund Spenser's sonnets? It's filled with a lots of imaginary and filled with senses of beauty, filled with a lots of humanitarian and religious aspects. Also throws light to the Renaissance. And his unfinished epic Fairy Queen shows that his passion towards Elizabethan era. സ്പെൻസറിൻ്റെ സോണറ്റിൻ്റെ മെയിൻ സവിശേഷത ഇപ്പോൾ ഷേക്സ്പിയറുടെ സോണറ്റും മറ്റ് പോയറ്റ്സിൻ്റെ സോണറ്റ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്പെൻസറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതായ ഒരു റൈം സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പിന്നീട് സ്പെൻസേറിയൻ സോണറ്റ് ഓർ സ്പെൻസേറിയൻ സ്റ്റാൻസ എന്നറിയപ്പെടുന്നത്. AB, BC, CD, EE ഈ ഒരു ഫോമാറ്റിലാണ് സ്പെൻസേറിയൻ സ്റ്റാൻസ പോകുന്നത്. എഡ്മണ്ട് സ്പെൻസർ വാസ് കോൾഡ് ഫസ്റ്റ്ലി poet's poet by Charles Lamb in his essay. And we are coming to the Amoretti. Amoretti is a series of 88 sonnets. And കവി ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് തന്നെയാണ്. വൈഫ് എലിസബത്ത് ബോയ്, ഹിസ് ഡ്രീം ഗേൾ, അവരെക്കുറിച്ചിട്ടാണ് ഈ കവിതയിൽ മുഴുവൻ അവരെക്കുറിച്ചും അവരോടുള്ള സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. And in this 79 sonnet, he explains that he is giving importance more to internal beauty rather than outward appearance. അതിനെക്കുറിച്ചാണ് കവി ഇതിൽ പറയുന്നത്. എന്താണ് അകത്തുള്ള ഭംഗിക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ പുറമേ കാണുന്ന ഇന്ന് കാലങ്ങൾ കൊണ്ടും ഏജിനെ കൊണ്ടും ഇല്ലാതാവുന്ന ഇൻറ്റേർണൽ ബ്യൂട്ടിക്കല്ല ഞാൻ എക്സ്റ്റേണൽ ബ്യൂട്ടിക്കല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പകരം ഇൻറ്റേർണൽ ബ്യൂട്ടിക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ഈ 79th സോണറ്റിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് Sonnet number 79 is organized into the 3 quatrains and a couplet. What is quatrain and couplet? Quatrain means a four-lined stanza. Four-lined stanza is called quatrain, and a couplet means two-lined stanza. And in this poem, poet addresses his wife and explains that he is not giving that much attention to outward appearances, but giving importance to a woman's internal beauty. പോയറ്റ് സ്പെൻസർ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സ്ത്രീയുടെ ഇൻറ്റേർണൽ ബ്യൂട്ടിക്കാണ്, അല്ലാതെ പുറമേ കാണുന്ന ബാഹികമായ ഭംഗിക്കല്ല സ്പെൻസർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നതാണ് ഈ പോയത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. At the first quatrain, Spenser says that men call the woman beautiful and she herself know it is true also. എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ മനോഹരി എന്നും സുന്ദരി എന്നും വിളിക്കുന്നു. അത് കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സൗന്ദര്യം എന്നാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. Then he states that he believes that truly beautiful are the one with gentle wit and virtuous mind. ഇൻറ്റേർണൽ ആയിട്ടുള്ള നല്ല മനസ്സിൻ്റെയും വിവേകത്തിൻ്റെയും ഉടമയായ ഇൻറ്റേർണൽ സൗന്ദര്യത്തിനാണ്
ആന്തരിക ഭംഗിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് സ്പെൻസർ ഫസ്റ്റ് ക്വാട്രെയിനിൽ പറയുന്നത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്വാട്രെയിൻ he talks that only external beauty that will eventually fade, because flesh is corruptible and cannot avoid the effect of age. എന്താണ് പറയുന്നത്? എക്സ്റ്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാണ്ടാവുന്ന ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാലക്രമേണ ഏജ് കൂടുന്തോറും, വയസ്സ് കൂടുന്തോറും നമ്മുടെ ഭംഗി, പുറമേ കാണുന്ന ബാഹിക ഭംഗി ഇല്ലാണ്ടായി വരും. അത് ഏത് സമയം വേണമെങ്കിലും നശിക്കാവുന്ന ഒന്നാണ്. ആൻഡ് ഏത് സമയം വേണമെങ്കിലും ഡിസപ്പിയർ ആവുന്ന ഒന്നാണ് നമ്മുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി എന്നാണ് പോയിറ്റ് ഊന്നി പറയുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് എ കോൺസണൻസ് ഓഫ് ടി സൗണ്ട്സ് ഇൻ ഷാൾ ടേൺ ടു നോട്ട് വിച്ച് സിംബലൈസസ് harsher sound. T sound in shall turn to not, which symbolizes a harsher sound. It sounds like that Spencer disapproving external beauty of woman. ഈ ഒരു ഹാർഷർ സൗണ്ടിലൂടെ അദ്ദേഹം വെളിവാക്കുന്നത് അദ്ദേഹം എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് ടോട്ടലി എതിരായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓൺലി ഇൻറ്റേർണൽ ബ്യൂട്ടി ഓഫ് എ വുമൺ ആണെന്നാണ് പറയുന്നത്. And moving on to the next stanza, in the third quatrain, Spencer further explains what is true beauty is and what is the reason the woman is truly beautiful. എന്താണ് തേർഡ് സ്റ്റാൻസിൽ അദ്ദേഹം എന്താണ് യഥാർത്ഥ സൗന്ദര്യം എന്നതും എന്തുകൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും മനോഹരിയായി കാണപ്പെടുന്നത് എന്നതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ദ വുമൺ ഈസ് ട്രൂലി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഹെർ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ മനോഹരിയായിരിക്കുന്നത്, സുന്ദരിയായിരിക്കുന്നത്? ദൈവമാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദസ് ഷീ ഈസ് ഡിവൈൻ ആൻഡ് ബോൺ ഓഫ് ഹെവൻലി സീഡ്. സ്വർഗീയ വിത്തിൽ നിന്നാണ് സ്ത്രീകൾ ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നത്. ദൈവമാണ് അവളെ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഷീ ഈസ് ഡിവൈൻ. ദൈവികത്വമുള്ള ആളാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് അവൾ മനോഹരിയായി കാണപ്പെടുന്നത് എന്നാണ് സ്പെൻസർ ഈ വരികളിലൂടെ പറയുന്നത്. And the final couplet where Spencer simultaneously explains the previous two lines and concludes the poem. മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയം അവസാനിപ്പിക്കുകയാണ്. ടോട്ടലി സ്പെൻസർ കൺസിഡേഴ്സ് സ്പിരിച്വൽ ബ്യൂട്ടി ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫിസിക്കൽ ബ്യൂട്ടി. സ്പിരിച്വൽ ബ്യൂട്ടിയാണ്, മനസ്സിൻ്റെ സൗന്ദര്യമാണ് കൂടുതൽ ഭംഗി. നമ്മുടെ പുറമേ കാണുന്ന ഭംഗിയേക്കാളും നമുക്ക് ഭംഗി വേണ്ടത് മനസ്സിനകത്തേക്കാണ്, നമ്മുടെ അകത്തുള്ള ഭംഗിക്കാണ് സ്പെൻസർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ഈ പോയത്തിലൂടെ അദ്ദേഹം ഊന്നി പറയുകയാണ്. A beautiful person or object will lose physical charm, but the true beauty of spirit shall remain external. നമ്മുടെ ബാഹികമായ എക്സ്റ്റേണൽ സൗന്ദര്യത്തിന് എപ്പോൾ വേണമെങ്കിലും കോട്ടം തട്ടാം. പക്ഷേ ഇൻറ്റേർണൽ ബ്യൂട്ടി എന്നും എറ്റേണലായിട്ട് നിലനിൽക്കും എന്നാണ് സ്പെൻസർ ഈ പോയത്തിലൂടെ പറയുന്നത്. ഇതാണ് ഈ പോയത്തിൽ പഠിക്കാനുള്ളത്. പഠിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യണത് പോയംസൊക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് അറിയാത്ത വേർഡ്സൊക്കെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ മീനിങ് എഴുതിയെടുക്കുക. അപ്പോൾ തന്നെ ഓരോ ലൈൻ ബൈ ലൈൻ എന്താണ് ഐഡിയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കൂടി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എന്തെങ്കിലും ഉപകാരം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരിൽ നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.